ஹலோ கைஸ், வெல்கம் பேக் டு another வீடியோ. இன்னைக்கு இந்த வீடியோல எதை பத்தி பார்க்க போறோம்னு சொல்லி பார்த்தீங்கன்னா, இவன் மரியாதை ராமன் மூவில இருந்து பார்த்தீங்கன்னா சீன் 2 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போறோம். இதுக்கு முன்னாடி வந்து சீன் 1 ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பா போய் செக் பண்ணி பாருங்க. சீன் 1ல வந்து நம்ம திலீபேட்டன் வந்து அவங்க தாத்தான்னு நினைக்கிறேன். அவர் ஒரு பத்திரத்தை எடுத்து கொடுத்துருப்பாரு. அவர் 3 லட்ச ரூபாய்க்கு வந்து கஷ்டப்பட்டு இருப்பாரு. இது வந்து உங்க அப்பா அம்மாவுடைய ஏதோ ஒன்று சொத்து ஏதோ ஒன்று போட்டு வச்சிருக்காங்க. அந்த ஊர்ல போய் நீ வாங்கிக்கணும் அப்படிங்கிற மாதிரி வந்து சொல்லுவாரு. அவர் வந்து இந்த ஊருக்கு வந்த வாட்டி தான் படம் ரொம்பவே வந்து பார்த்தீங்கன்னா இன்ட்ரெஸ்டிங்கா வந்து போகும். தமிழ்ல வந்து நம்ம சந்தானம் சார் வந்து நடிச்சிருப்பாரு. அது வந்து ரொம்பவே வந்து பார்த்தீங்கன்னா ஃபேமஸான காமெடியா இருந்துச்சு. இப்ப இந்த மலையாளத்துல வந்து நம்ம திலீபேட்டன் பத்தி நம்மளுக்கு தெரியும். அடிப்பொலி ஆக்டர். எப்படி இந்த மூவில வந்து அவரு ரியாக்ட் பண்ணியிருக்காரு, ஆக்ட் பண்ணியிருக்காரு அப்படின்னு சொல்லிட்டு சீன் 2 போய் பார்த்துட்டு அதுக்கப்புறம் அதை பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம், தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ സുഖായിരുന്നു. മഹേഷ് ശർമ്മ. ഞാൻ നരസിംഹൻ. ഇതെന്റെ ഭാര്യ രാജലക്ഷ്മി. ഓ, ഇത് മൂത്ത മകൻ സൂര്യസിംഹൻ. അത് രണ്ടാമത്തെ മകൻ ചന്ദ്രസിംഹൻ. ഇളയത് മോള പൂനെയിൽ പഠിക്കും. അല്ല, ഈ നാട്ടില് സ്കൂളൊന്നുമില്ലേ? ഈ പാവങ്ങളുടെ പേരിലാണോ 100 ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞത്? മീശയും താടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടറിഞ്ഞൂടെ മരമണ്ടന്മാരാണെന്ന്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല എന്റെ സാറേ, നിങ്ങളൊക്കെ ഭയങ്കര ഗുണ്ടകളാണ്. ഇപ്പൊ ഇറങ്ങിയ ഉടനെ വെട്ടിക്കളയും കുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഇയാള് വെറുതെ പേടിപ്പിച്ചിരുന്നു. ஐயோ മുത്തു നോക്കി കണ്ടൊക്കെ ചെയ്തൂടെ? അന്നപൂർണേശ്വരി തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇവിടെ നേർച്ചയിടേണ്ടി വരുമോ? ஐயோ போச்சு. ഇതെന്താ വീടിനകത്ത് പശുത്തൊഴുത്ത്? ഗോക്കൾ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. ഓ, ഗോപരിചരണം ഇവിടുത്തെ ആചാരമാണ്. ഓ, പക്ഷെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എവര് തുണി കൊടുക്കും, കന്നുകാലികള് തുണി കൊടുക്കൂല. ஐயோ Sir, when can we see the documents? ഹലോ, എന്തോന്ന് എവരോടൊന്ന് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ABCD അറിഞ്ഞുകൂടാത്ത ടീമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായി. അതായത് ബോംബെയിലൊക്കെ നിങ്ങളെ പോലുള്ള ഒരുപാട് ഗുണ്ടകളുണ്ട്. ஐயோ போச்சு. അവരുമായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോ സാധാരണ 5% കമ്മീഷനാണ് കൊടുക്കാറ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം മര്യാദയ്ക്ക് സഹകരിച്ച 10% കമ്മീഷൻ. എന്ത് പറയുന്നു? ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ, ഭക്ഷണം കഴിച്ചിട്ടാവാം ബിസിനസ്. ഇവിടെ നോണൊന്നും ഇല്ലേ? ഞങ്ങള് വെജിറ്റേറിയൻ ഫാമിലിയാ. എന്തോന്ന് വെജിറ്റേറിയൻ? ഒരു പശുവിന്റെ തലക്കടിച്ചൊന്ന് കറി വെച്ചൂടെ? ஐயோ ഇതെന്തോന്ന്? ചീരച്ചട്നിയാ. കളർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചാണകമാണെന്ന്. ஐயோ சாணின்னு. അയ്യോ, ഹലോ, കുറച്ച് വെള്ളം കൊണ്ട് വെച്ചേ. ആ, അതെ അതെ. എടാ, ഡീലൊക്കെ കഴിഞ്ഞു. ഇറ്റ്സ് സിമ്പിൾ. ഞാൻ വരുന്നു, കാര്യങ്ങൾ ഓക്കെ ആക്കുന്നു. ഇനി ടൗല് പ്രത്യേകം போச்சு போச்சு. അതൊന്നും ഒരു കുഴപ്പമില്ലടാ.
ആ ആ ഓക്കെ ഓക്കെ. വയസ്സാം കാലത്ത് അങ്ങനെ ഒറ്റയ്ക്കങ്ങ് സൂയിക്കാണ് കള്ള. അയ്യോ കൊച്ചി. കല്യാണമൊന്നും കഴിക്കല്ലേ? ഇല്ല അകത്തെ സെറ്റപ്പ് പോലെ വേറെ വല്ലതും ഒക്കെ ഉണ്ടോ? കൊച്ചു കള്ള ഒന്ന് വിടായി. അയ്യോ കൊച്ചു 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 കൊച്ചു. ഓ അയ്യോ അയ്യോ. அய்யோ. கொஞ்சம் நஞ்ச பேச்சா பேசினாரு. സൽക്കാരത്തിൽ ഞങ്ങൾ അതിഥി ദേവോ ഭവ എന്ന മര്യാദ പാലിക്കുന്നവര്. പക്ഷേ എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. അകത്തിട്ട് കൊല്ലേണ്ടതായിരുന്നു. അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന തറവാട് ഇത്. അവിടെ രക്തം വീണ അന്നപൂർണേശ്വരി രുദ്രകാളിയായി ഭാവം മാറും. അതുകൊണ്ട് ചന്ദ്രസിംഹ, ഞങ്ങൾ ഇവിടെ സംസാരിച്ചു നിൽക്കുന്നത് കണ്ടൂടെ നിനക്ക്? അവനെ തൂക്കിയെടുത്ത് അപ്പുറത്തെ ബലിക്കല്ലി കിടത്തി വെട്ടി നുറുക്ക്. പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അൽവയും തൈര് സാധവും വെച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വണ്ടി കയറിയാണ്. ஒரே அடி ரத்தம் பிளீர்னு தெரிச்சிருச்சு. ഈ മണ്ണിൽ 10 അടി കുഴിച്ച ഗ്രാനൈറ്റ് ഉണ്ടെന്ന് അറിയാത്ത മണ്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. നിങ്ങളെ പോലുള്ളവരുടെയൊക്കെ വലിയ വലിയ കമ്പനികൾ ഈ നാട്ടിലേക്ക് വരുമ്പോ ഈ ഗ്രാമത്തിലെ പാവങ്ങൾക്ക് തൊഴിൽ കിട്ടുമല്ലോ എന്ന് ഓർത്താ ഞാനിതിന് കൂട്ടുനിന്നു. ചെല്ല്. கிளம்பிட்டாரு. अरे भाई साहब, ये साइकिल पार्क करने के लिए कितना पैसा चाहिए? 1 घंटे के लिए 3 रुपए, 1 दिन में 50 रुपया, 500 रुपया 1 महीने के लिए। ये भाई साहब, ये साइकिल बेचेगा तो तेरा पैसा नहीं मिलेगा। ये तेरी जग भरी चीज कौन खरीदेगा भाई? ഉരുമ്പ് നിന്റെ മുട്ട തലക്കാടാ. ഇവനിപ്പോ എന്താ ചെയ്യാ? തിരിച്ചു വീട്ടിൽ കൊണ്ടുപോയിക്കാന്ന് വെച്ചാൽ ട്രെയിൻ आप लोगों की मदद की सख्त जरूरत थी. സംസാരം കേട്ടിട്ട് മലയാളി അച്ഛനെന്ന് തോന്നുന്നു. बर्तन को और कोई भी चीज की ദുരിതാശ്വാസം पीड़ित लोगों को मदद कर. आप ഈ लोगों കുഞ്ഞാടിനെ ആ അച്ഛനെ ഡേയ്, ഏൽപ്പിക്കാം. നീ എന്നെ ദാനം കൊടുക്കാൻ പോവേണം. ஐயோ पुण्य कमा ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. എപ്പോഴും സ്തുതിയായിരിക്കും. ആ മലയാളി തന്നെയാണല്ലേ. ഒരു സൈക്കിള് എന്റെ പേരിലെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ஐயோ. കണ്ടാൽ എന്നെക്കാളും മൂത്തതാണെങ്കിലും എപ്പോഴും സ്ട്രോങ് ആണ്. വെറുതെ തലയ്ക്ക് തടിക്കല്ലടാ. എന്റെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു തിരുവനന്തപുരത്തുകാരൻ വീട് മാറിപ്പോയപ്പോ എനിക്ക് തന്നിട്ട് പോയതാ. ബെല്ല് കേട്ടോ? ഇവന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കില് ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ ഇവൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും നീ കേട്ടില്ലേടേ? ഇവനെ പിരിയാൻ മനസ്സിലായിട്ടല്ല, എന്റെ ഒരു അവസ്ഥ കൊണ്ടാ. മാത്രല്ല ഞാൻ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാ പിന്നെ കാറിൽ മോട്ടോർസൈക്കിളൊക്കെ ആയിരിക്കും നടത്തം. പിന്നെ ഈ തുറമ്പോട്ട് ഒരു കാര്യമില്ല. എടാ തെണ്ടി. അതുകൊണ്ട് അച്ഛനത് എടുത്തു. അമ്മച്ചി. അയ്യോ. എടാ ഇത്രയും കാലം നിന്നെ ഞാൻ ചുമന്നോണ്ട് ഓടിയതാണ്. ആ എന്നെ നീ ഉപേക്ഷിച്ച് പോണല്ലേ? നീ കണ്ടോ, എന്നെ കൊണ്ട് നിനക്ക് ആവശ്യം വരും. കേട്ടടാ തെണ്ടി, അത് ഗ്യാരണ്ടി. கேட்டடா தெண்டி கேரண்டியா. பூனே ரயில்வே ஸ்டேஷன். മലയാളി തന്നെ. ഹലോ ഹലോ, ഞാനിപ്പോ ട്രെയിനിലാണ്. ഇത് ആരാണ് ഇപ്പൊ വിളിക്കുന്നത്? ഞാനാണ് വിളിക്കുന്നത്. അത് ശരി, ഇത്ര അടുത്ത് നിന്നാണ് താന്റെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഫോണിലല്ല, നേരിട്ടാണ് ഹലോ എന്ന് വിളിച്ചു. ഓ, എന്താ കാര്യം? എന്താ? ഇത് എന്റെ സീറ്റാണ്. വീട്ടിൽ നിന്ന് കൊണ്ടെന്നാ? ഇത് എന്റെ പേരിൽ ബുക്ക് ചെയ്ത സീറ്റാണ്. ഓഹോ, എന്തേലും കാണാണ്ട് അല്ല പോയില്ല.
ഈ സീറ്റിൽ എവിടെയാണ് തന്റെ പേര് എഴുതി വെച്ചങ്ങനെ നോക്കിയതാ. അതെ, എന്റെ പേര് എഴുതി ചാർട്ട് പുറത്തിരിപ്പുണ്ട്. പുറത്തിരുന്നോന്ന് അയ്യോ 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 ഒരു വകതിരിവില്ലാത്ത മലയാളി. അറിവില്ലാതെ മോനെ. ഏയ് ജൽദി ജൽദി അയ്യോ ഞാനെവിടെയാ? മലയാളിയാ? മലയാളിയാണല്ലേ? ആ, അതാ സഹായിച്ച ആളെ പിടിച്ച് താഴേക്ക് വലിച്ചിട്ടത്. റിയലി സോറി. സോറിയല്ല, കീറി. അപ്പോൾ മൊത്തം കീറി. എന്തൊക്കെയായിരുന്നു ഇവിടെ? കമോൺ എവരിബഡി കം ഫാസ്റ്റ് കം ഫോർ സ്റ്റേഷൻ. ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഈ റോട്ടിൽ കൂടി പോണ പെമ്പിള്ളേരെ മുഴുവൻ ട്രെയിനിൽ വലിച്ചു കയറ്റാൻ നീ ആരാ? ഷാറുഖ് ഖാനാ? കൈവിട്ടിട്ട് മാറിക്കണം. കുട്ടി, ഞാനാണ് ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. കുട്ടി അകത്തേക്ക് കയറിക്കോളൂ, കയറിക്കോളൂ. താങ്ക് യു. മലയാളി അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. അതെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. എനിക്ക് എന്റെ നാട് വരെ എത്തുമ്പോഴത്തേക്ക് ഒരു നേരം പോക്ക് വേണം. ജസ്റ്റ് ഫോർ എ ടൈം പാസ്. कौन से खींचा? अरे मैं पूछता हूँ कौन से खींचा? പറയരുത്, പ്ലീസ് പറയരുത്. എനിക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ? അല്ലാതെ അകത്തിയെടുത്ത് തരാം. ഞാൻ അകത്താക്കി തരാം. ട്രെയിനകത്ത്. പ്ലീസ് പ്ലീസ് പറയരുത്. आपको मालूम है कौन से खींचा? मुझे पता नहीं, मगर एक आदमी इधर से भाग के चला गया. साले चल. എന്താടോ? എന്നെ വരയ്ക്കാൻ Ha